Hello guys, it's me with Strikerfield. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ വന്നത് ബേബി ഇൻ യെല്ലോ എന്ന് പറയുന്ന ഹൊറർ ഗെയിമിൻ്റെ പാർട്ട് 1 ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് തുടങ്ങുന്ന തന്നെ ഒരു ലിഫ്റ്റിൽ നിന്നാണ്. ഭയങ്കര സമാധാനം പറഞ്ഞ ഒരു ലിഫ്റ്റ്. നമ്പർ തന്നെയൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്, ഒരു ബേബി സിറ്റർ വേണം, പിന്നെ ഒരു പിസേൻ്റെ എന്തോ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. രണ്ടു ദിവസം ബേബി സിറ്റർ വേണം. എന്നോട് പറയുന്നത് 10ാം ഫ്ലോറ്, ടേക്ക് കെയർ, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ഇതല്ല, ഇതാണോ എന്നോട് പറഞ്ഞത്? ഒരു ചെടിച്ചട്ടിയുള്ള വീടാണ്. ചെടിച്ചട്ടിയുള്ള വീട് തന്നെ. ഇതാ ചാവി. നമ്മൾ തന്നെ വീട്ടിൻ്റെ അകത്ത്, സോറി, ഒരു അപ്പാർട്ട്മെൻ്റ് തോന്നുന്നത്. നമുക്ക് അപ്പാർട്ട്മെൻ്റ് അകത്തേക്ക് കയറാം. അതിൻ്റെ അതൊന്ന് നോക്കുക. നൈറ്റ് 1, ആദ്യത്തെ രാത്രി. പൊളിക്ക. ഇതാ നമ്മളെ കുട്ടി. പിന്നെ നമ്മൾ എന്ത് വിളിക്കും? സുത്തുമോൻ വിളിക്കും. നമുക്ക് ആദ്യം സുത്തുമോനെ ഇച്ചിരി പാൽ കൊടുക്കാറുണ്ട്. അവിടെ ഫീഡിങ് ബോട്ടിലുണ്ട്. അങ്ങനെ പാൽ കൊടുത്തു. എൻ്റെ ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നേരെ ഡൈപ്പർ സീറ്റിലേക്ക് പോവാ. ചിരിക്കുന്ന കൈസ്, എന്ത് ക്യൂട്ടാ. സുത്തുമോനെ, നീ ഇവിടെ ഇരിക്കട്ടോ സുത്തുമോനെ. കാക്ക പോയിട്ട് എടുത്തിട്ട് വരാം. സുട്ടു കളിക്കല്ലേ സുട്ടു. ഇന്നാ സുത്തുമോനെ നിന്റെ ഡൈപ്പർ. നിന്നെ നീ കടത്താം, നമുക്ക് പോകാം. ഇതാണ് സുത്തുമോൻ്റെ റൂം. കയറിയണ്ടേ നിങ്ങളോട്? എന്താ പൂച്ചക്കഥ വായിച്ചെടുക്കാൻ. പണ്ട് ഒരു സ്ഥലത്ത് ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആ പൂച്ച മ്യാന്ന് പറഞ്ഞ ആ കുട്ടീൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ആ കുട്ടീനെ ആ പൂച്ച കൂട്ടിക്കൊണ്ടുപോയിട്ട് കുറെ സ്ഥലം കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ കുട്ടി ആ പൂച്ചനെ കൊല്ലാൻ നോക്കി. ആ പൂച്ച ഓടി. അപ്പൊ സുട്ടുമോനെ ഇത്രയേ ഉള്ളൂ കഥ. നാളെ കാണാ. ഇങ്ങനെ സുട്ടുമോൻ അറിയണ്ട്. നമുക്കിനി നേരെ താഴേക്ക് പോകാം. TV ആണ് ആ സോഫയിലിരുന്ന്. സോഫയിലിരിക്കണം. ഓക്കെ. ഒരു ഫോണിൻ്റെ പരസ്യമാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ഫോണുണ്ട്, അത് വാങ്ങിച്ചാൽ നല്ലതാണ്. ഇത്ര % ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് ഒന്നൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയാലോ. ചെയ്യാം ഗൈസ്. നമുക്ക് നേരെ സുത്തുമോൻ എണീറ്റുണ്ട്. നമുക്ക് സുത്തുമോനെ പോയിട്ട് എടുക്കാം. സുട്ടു, ഞാൻ തുറന്നിട്ടില്ലല്ലോ. സുട്ടാ, സുട്ടു ഇവിടെ ഇരിക്കാണോടാ കള്ളാനി? നിനക്ക് എന്താ വേണ്ടേ? സുറ്റുവേ. ഗൈസ്, നമ്മൾ സുട്ടുവിനെ എടുത്തു, ബെഡിൽ വെച്ചു. ഇനി എന്നോടൊരു പാവ എടുത്തു കൊടുക്കാനാണ് പറയുന്നത് സുട്ടുമോനെ. അങ്ങനെ സുട്ടുമോന് പാവ കൊണ്ട് കളിച്ചോട്ടെ. നമുക്ക് പോകാം. വീണ്ടും TV കാണാനാണ് പറയുന്നത്. മക്കളോട് പിന്നെ ആരാ ഈ റൂം തുറന്നേ? ഓക്കെ ഗൈസ്, ഞാൻ TV കാണട്ടെ. നമ്മൾ TV കാണാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇതെന്താണിത്? റൈസ്, ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന ഹന. ഫോണല്ലേ ഇപ്പോഴാണ് മനസ്സിലായത്. രണ്ടാമത്തെ രാത്രി കുട്ടി
ഇത് നല്ല രസമുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് എന്താ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് എന്താണ് രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസത്തിൽ നമുക്ക് കുട്ടിയെ മോനെ ഋത്തുവാവേ എവിടാ ഇവരെവിടെ പോയത്? നീ ഇവിടെ ഇരിക്കാനോടാ കൊച്ചു കള്ള. എന്തായാലും ആവട്ടെ, നമുക്കൊന്ന് ഫീടുമ്പോൾ മോനെ കളിക്കലാണോ? തുറക്കടാ അതില് മുട്ടെങ്കിൽ പേടിയാവണ്ടോ? തുറക്കടാ അതില് സുട്ടുമോനെ തുറക്കടാ. കണ്ടടത്തിയടാ, എന്നോട് ഞാൻ പറഞ്ഞില്ലടാ എന്നെ പേടിപ്പിക്കാൻ പാടില്ല. ഇനി നീ എന്നെ പേടിപ്പിക്കോ? എല്ലാം കിട്ടണ്ടേത്. എന്നെ പേടിപ്പിച്ച എന്നെ നിനക്കൊരു പണിയരാം. കമോൺ. ഞാൻ ആദ്യം വിചാരിച്ച് ഇവനെ ഓവനിലിട്ട് ചൂടാക്കാണ്. പിന്നെ വിചാരിച്ച് എന്തെല്ലാം ആവട്ടെ വാഷിംഗ് മെഷീനിലിട്ട് കറക്കാം, അതാണ് നല്ലത്. അവിടെ ഇരിക്കേ. നമ്മൾ തുണിയൊക്കെ അലക്കാട്ടിട്ടുണ്ട്. അയ്യോ എടാ, ഞാൻ അത്ര സ്പൂഡൊന്നും വെച്ചില്ല കേട്ടോ. എന്നോട് തന്നെ പകയൊന്നും കാണിക്കാൻ പാടില്ലേ. ഓക്കെ മോനെ, എന്തേ പറ്റിയോ? സുട്ടുവേ ഇവിടെ ഞാൻ പോയി ഡൈപ്പർ എടുത്തിട്ട് വരാമടാ. സുട്ടുമണി ഡൈപ്പർ ആണെന്ന് ഓടുന്ന്. അയ്യോ ഡൈപ്പറേ കണ്ടാ? നിക്കടാ അവിടെ. ഈ സുട്ടുമോൻ്റെ കളികളോ നോക്ക് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ വിളിച്ചോ? ഇല്ലല്ലോ. അവിടെ ഇല്ല. എവിടെ? അതാ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ വേണം. എന്നോട് ആരടാ ഇപ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോവാ പറഞ്ഞേ? ഓരോരോ കളികളെ സുത്തുമോൻ്റെ. സുട്ടു നിന്റെ ഡൈപ്പർ വാ, നിന്നെ കൊണ്ടായിട്ട് കിടത്തി തരാലോ. ഓനെ ഞാൻ പാവാളാ. ഞാൻ നിന്നെ കളിപ്പിക്കാൻ ചെയ്താ. എന്നെ ഇങ്ങനെ ആക്കല്ലേ. നമ്മളെ സുത്തുമോനെ ബെഡ് കിടത്താം. സുട്ടുവേ കിടക്കടാ മോനെ ബെഡില്. അങ്ങനെ നമുക്ക് സുട്ടുവിനെ കഥ വായിച്ചു കൊടുക്കാം. സുട്ടു ചേട്ടൻ കഥ വായിച്ചടാ. മുയലിൻ്റെ കഥ. പണ്ട് ഒരു കുട്ടീൻ്റെ അടുത്തൊരു റാബിറ്റ് വന്നു. ആ കുട്ടി എന്താ കഥ ഇഷ്ടപ്പെട്ടില്ലടാ? വേണ്ട, നിനക്ക് വേറെ സാധനം തരാം. നിനക്കിപ്പോൾ എന്താ തരിക? പാവ നിനക്ക് പൂച്ചപ്പാവ വേണോ? വേണ്ടേ? ഇങ്ങനെയാണ് ഞാൻ നിനക്ക് എന്താ ഈൻ്റെ പാവ തരാം. ഇതും വേണ്ടേ? എന്നാ പാവ ഇവിടെ പോയി? റാബിറ്റിൻ്റെ പാവ നീ ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ലോടാ സുത്തുമാനെ. നിന്നെ ഞാൻ കണ്ട നിന്നെ ഓവനിലിട്ട് ചൂടാക്കും. എവിടെ അത്? കിട്ടി.
എന്താ നിന്റെ പാപ പുങ്ങിത്തുന്നോ? ഇങ്ങനെ നമ്മളോട് റേഡ് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. നമ്മളിത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ആ കുട്ടി ആ റാബിറ്റിനെ പിടിക്കാൻ നോക്കിയാടാ സുത്തുമോനെ. എന്നിട്ട് ആ റാബിറ്റ് ആണെന്നോ ഒരു രക്ഷപ്പെട്ടടാ. അപ്പം ഇത്രയുള്ളൂ കഥ. ചേട്ടൻ പോട്ടെ. നമ്മൾ താഴത്തുണ്ട്. അതിന് ടി വി ആണ്. ആരടാ അത്? സുത്മോനാണോ? അല്ല, നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിണ്ട്. ടോസ്റ്റിംഗ് പാൻ അല്ലത്? ടോസ്റ്റിംഗ് പാൻ എത്തിയുണ്ട്. താരപ്പം ഇങ്ങോട്ട് തന്നെ സുട്ടു. സുട്ടു ആവാൻ സാധ്യതയല്ല. ഇതന്നെ ടി വി ആണ്. ഇതെന്തത്? മറഞ്ഞു. നൈറ്റ് 3. നമ്മൾ 3-ാമത്തെ രാത്രിയിൽ എത്തിയിട്ടുണ്ട്. ടി വി കിടന്ന് കുലുങ്ങുന്നേ. എന്നോളെന്താ പറയുന്നത്? ചുന്നിയാവാനീറ്റ് കുട്ടീനെ ഉറക്കണ്ടാവോ? നമുക്ക് വിശക്കുന്നുണ്ട്. നമ്മളോട് ഇതുണ്ടാക്കി തിന്നാനാണ് അറിയുന്നത്. ബ്രെഡ് ടോസ്റ്ററുണ്ട്. എവിടെ പോയി ചീസ്? എവിടെ ചീസ്? നമുക്ക് ചീസ് കാണുന്നില്ല. കിട്ടി. ആദ്യം ചീസ് എടുക്കാം. എന്നിട്ട് അല്ല, ആദ്യം ബ്രെഡ് എടുക്കാം. അല്ല, ആദ്യം പാൻ നോക്കിയിട്ട് അവിടെ ബ്രെഡ് വെച്ചിട്ട് അവിടെ ചീസ് വെച്ചിട്ട് അവിടെ തക്കാളി അവിടെ തക്കാളി വെച്ചു. ഒരു മീറ്റ് വെക്കാം. പിന്നെന്താ ഞൊക്കെയുള്ള ഒരു ഒണിയൻ വെക്കാം. ഇനി ഒരു മഷ്റൂമും കൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റായി. ഇനി എൻ്റെ വേണ്ട ഒരു ബ്രെഡ് വെക്കുക. അത് അടയ്ക്കുക. ടോസ്റ്റഡ്. കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫീഡ് മീൻ എരിയുണ്ട്. പാലവിടെ പാലോട്ടി. ഇതാ മോനെ, കളിക്കല്ലടാ നീ. ഇങ്ങനായാലോ? അപ്പൊ അപ്പുറത്തേക്ക് എത്തണം. അതിനാദ്യം നമ്മൾ ഇതുവഴി പോയി പോകുമ്പോൾ ബ്ലോക്കായി. വീണ്ടും ഇതുവഴി പോയി അവിടെ ബ്ലോക്കായി. പിന്നെ അതുവഴി പോയി പാലും കുപ്പി കിട്ടി. എടാ നീ എവിടെടാ? ചുറ്റുവേ. ഇനി നമ്മൾ വാതിലും കൂടി കണ്ടുപിടിച്ചാ ഇനി ഇതൊന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരും. ബൈ.